ഹലോ ഫാമിലി. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളെ ഫാമിലി ഇവിടെ സുഖമായിരിക്കണോ? നിങ്ങളുടെ ഫാമിലിയും അടിപൊളിയായിട്ട് ഇരിക്കണോ എന്ന് വിചാരിക്കണോ? അപ്പോൾ അതാ നമ്മൾ 2025 കഴിഞ്ഞു. 2026ലേക്ക് ഇനി ജസ്റ്റ് ഒരൊറ്റ ദിവസമേ ഉള്ളൂ അല്ലേ നമുക്ക് ബാക്കി. അപ്പോൾ എല്ലാവരും പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഞാനും കുറേ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഇയർ ആയിരുന്നില്ല. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ സ്റ്റക്കായി പോയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2026 ആകുമ്പോഴേക്കും കുറച്ചും കൂടി വലുതായി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഫ്രീ ആവും, കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇയർ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വമ്പം പ്ലാനിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ മൊത്തം ഒന്ന് പൊളിച്ച് പണിയണം. ഈ ഒരു 2025 ഞാൻ കഴിക്കാത്ത ജങ്ക് ഫുഡോ അല്ലെങ്കിൽ എന്താ പറയുക ഷുഗറൊക്കെ വാരി കഴിച്ചൊരു ഇയർ ആയിരുന്നു. ഞാൻ കറക്റ്റ് ഏകദേശം ഒരു 10 kg അടുത്ത് വെയിറ്റ് ഗെയിനായി. പിന്നെ എന്താ പറയുക, നമ്മൾ സെൽഫ് കെയർ കുറഞ്ഞുകൊണ്ട് എൻ്റെ ഹെയർ ലോസൊക്കെ ഭയങ്കരമായിട്ട് കൂടി. ഹോർമോണൽ ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക ഒരു ട്രാജഡി ആയിരുന്നു എനിക്ക്. അപ്പോൾ അതിനൊക്കെ മാറ്റി എന്താ പറയുക ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റാക്കുക, വർക്കൗട്ടും ഡയറ്റും ഒക്കെ കറക്റ്റായി ഫോളോ ചെയ്യാൻ പറ്റുക, നമ്മളെ സെൽഫ് ലവ് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ്, ജേർണലിങ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചൊരു ഇയർ ആട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 1 month മുന്നേ തന്നെ പതുക്കെ ഒറ്റയടിക്ക് ഈ ഷുഗർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരിക, ഡയറ്റ് ഫോളോ ചെയ്യുക, അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ മുൻപ് തന്നെ ഒരു 1-1.5 മാസം മുന്നേ തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും കുറച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിക്കുന്ന കണ്ടാലും കൈ പോവാത്ത രീതിയിൽ, കൈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് പറയാം. ഇപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത സമയത്ത് ബേസിലിൻ്റെ ഒരു പിക്ചർ വൈറലായത് കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ ടോവിനോ മെസ്സേജ് ഇട്ടുണ്ടല്ലോ, എന്താ പറയുക ഏജ് ഇൻ റിവേഴ്സ് ഗിയർ. അതുപോലെ നെൽസൻ്റെ കമൻറ്റും അങ്ങനെ ഒരുപാട് എന്താ പറയുക ആ ഒരു ഇതിന് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് വന്നൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഫിലിം സ്റ്റാർസിന് എന്താ, അവർക്ക് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിന് ഒരു ട്രെയിനർ ഉണ്ടാവും, പേഴ്സണൽ ട്രെയിനേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ തിരിച്ച് റിവേഴ്സിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ലേ, അവരുടെ ലൈഫ് ട്രാൻസിഷൻ ജേർണിയൊക്കെ നമുക്ക് കാണിച്ചു തരണത്. അപ്പോൾ അതിലൊക്കെ അവർ അതൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഈ ബേക്കറി ഫുഡും ഹോട്ടൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആ പൈസയ്ക്ക് നല്ല കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലൊക്കെ നോക്കി, അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറെ, അതായത് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് നമുക്ക് കൺസിസ്റ്റൻ്റായി ചെയ്ത് പോയി നമുക്ക് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഹെയർ ഫോൾ നല്ലതുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ട് അത് കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ ഇതുവരെ ഫീഡ് ചെയ്യുന്ന മദർ ആയതുകൊണ്ട് എനിക്ക് അതിന് പറ്റിയിരുന്നില്ല, കാരണം ബേബിയുടെ കാര്യം കൂടി നോക്കണമല്ലോ. അപ്പോൾ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നല്ലൊരു ഡോക്ടറൊക്കെ കണ്ട് മെഡിസിനൊക്കെ കഴിച്ച് അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ നോക്കാം. അല്ലാതെ എന്താ പറയുക, അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രോബ്ലം അതാട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ എന്തെങ്കിലും സൊല്യൂഷൻ തപ്പിപ്പോവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെറുത് കണ്ടാൽ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞ് വന്ന് വീഡിയോ ഒരുപാട് നീണ്ടുപോയില്ലേ. അപ്പോൾ ഇതാ യുവിക്കുട്ടൻ, അവൻ്റെ ഫേവറേറ്റ് തിങ് കേട്ടോ ബോള്. അവന് ബോളില്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല, ബോളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ, നമുക്ക് ഇന്ന് നമ്മളെ കാണാൻ ഈവനിങ് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ ഏട്ടൻ്റെ കമ്പനിയിൽ ഏട്ടൻ്റെ കൊളീഗായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, ഫാമിലി നാട്ടിൽ പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ അൽക്കോറിന്ന് നമ്മളെ കാണാൻ വേണ്ടി ഇത്ര ദൂരം വരിക കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ട് 1 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് വരിക, എന്നിട്ട് നമ്മളെ കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ചില ആൾക്കാർ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടില്ലെങ്കിലും 1-2 വട്ടം കണ്ടിട്ടുള്ളെങ്കിലും അവർ നമുക്ക് എന്താ പറയുക പേഴ്സണലി ഭയങ്കര ക്ലോസ് ആവുമല്ലോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എല്ലാവരും പേഴ്സണലി ക്ലോസ് ആട്ടോ. എന്നോട് എന്താ പറയുക അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ എന്നോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ എൻ്റെ സ്വന്തമാവും. അങ്ങനെ സ്വന്തമാക്കിയ കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇവർ. ഷൈമാത്ത, ഹസ്ബൻഡ്, കുട്ടികൾ, 2 കുട്ടികളുണ്ട്. ഒന്ന് ഫച്ചു, ഒന്ന് ഫൈഹു കേട്ടോ. ഇത് യുവിടെ ഫ്രണ്ടാണ്, ഇവിടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ യുവി ഫുൾ ഓണാണ്. അവർ കളി, ചിരി, വർത്താനം. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ എല്ലാവരും നല്ല കമ്പനി കേട്ടോ. മൂത്ത കുട്ടികൾ ഇളയ കുട്ടികളെ നോക്കും, അവർ നന്നായി കെയർ ചെയ്യും, എന്തെങ്കിലും വീഴാതെയൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് അമ്മമാർക്കും കളിക്കാൻ വിടാൻ വേണ്ടി അത്ര പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ കൂടെ പോയി നിൽക്കും. എന്നാൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മക്കൾ നോക്കിക്കോളും. ഇപ്പോൾ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, നമ്മളെ മൂത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അമ്മമാർ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കൂടെ വന്ന് നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ, അവർ നോക്കിക്കോളും എന്നുള്ളൊരു ട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഖത്തറിലൊക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ, ഞങ്ങൾ മുൻപ് നിന്നിരുന്ന അൽക്കോറാട്ടോ, അവിടെ ഒന്നും ഇത്ര മലയാളീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ. അതുകൊണ്ട് തന്നെ കുട്ടീനൊക്കെ കളിക്കാൻ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വക്രയ്ക്ക് ഷിഫ്റ്റായി, അപ്പോഴാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മളൊരു മലയാളീസ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ നല്ല സുഖമാണ്, കുട്ടികളെല്ലാവരും മലയാളി കുട്ടികളുണ്ട്. അപ്പോൾ അവർ യുവിനെ നന്നായി നോക്കും, കെയർ ചെയ്യും.
യുവി തിരിച്ചു അതെ കേട്ടോ, എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ്. അപ്പം നമുക്കൊരു പേടിയില്ലാതെ ഒരു കളിച്ച് വളർന്ന് അങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ പറ്റൂട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്താ പറയുക, ഇവിടുത്തെ കുട്ടികൾ ന്യൂസിൽ പറയണ കേട്ടു, ഇവിടുത്തെ കുട്ടികളിൽ 80% കുട്ടികൾക്കും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന്. അതെന്താ വെച്ചാൽ നമുക്ക് പുറത്ത് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നില്ല, ഭയങ്കര കുറവാണ്. നമ്മളിപ്പോൾ പാർക്കിക്കോ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും പാരൻസ് ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഡേ ടൈമിൽ നല്ല വെയിലാണ്, അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈവനിങ് നൈറ്റ് ആ ടൈമിലൊക്കെയാണല്ലോ നമ്മൾ ഫ്രീ ആവുള്ളൂ, അപ്പോഴേ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴേക്കും സൺലൈറ്റ് പോയിണ്ടാവും. പിന്നെ രാവിലെ ആണെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും, അപ്പോൾ സൺലൈറ്റ് കൊള്ളാനുള്ള ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഇപ്പോൾ യുവിനെ സംബന്ധിച്ച് യുവി സ്കൂളിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ യുവിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ എനിക്ക് ഇവിടെ നല്ല സെക്യൂർ ആയിട്ടുള്ള സ്ഥലമുണ്ട്, വെയിലൊക്കെ കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്, നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത് അവർ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. അപ്പോൾ എന്താ അവർ അൽക്കൂറിന് നമ്മളെ കാണാൻ വേണ്ടി വന്നതാട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പോഴത്തെ ചർച്ച എന്താ പറയുക, ഇപ്പോഴത്തെ മെയിൻ ചർച്ച എൻ്റെ യൂട്യൂബിനെ കുറിച്ചാണ് ഗൈസ്. ആര് വന്നാലും ഇപ്പോൾ എന്നെ ട്രോളലാണ് പണി. എല്ലാവരും നല്ല പോസിറ്റീവായി നമ്മളൊരു വെൽവിഷർ മോഡിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, പ്രൗഡാണോ വെച്ചാൽ പ്രൗഡാണ്, പക്ഷേ ഞാൻ കുറച്ച് ഷൈ ആണോ വെച്ചാൽ ഷൈ ആണ്, ആ മൂഡിലാണ്. എന്തായാലും എനിക്കിതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഫ്യൂച്ചർ ഇല്ലേ അതിനെ കുറിച്ചിട്ടൊക്കെ ആട്ടോ ഇപ്പോഴത്തെ ചർച്ച. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇത്രയും എന്താ പറയുക വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്നത്, അതുകൊണ്ടല്ലേ. അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ഞാൻ ഇവർക്ക് നല്ല കയ്പുള്ള ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഗൈസ്. ഞാൻ ആദ്യമായി ഉണ്ടാക്കി ഫെയിലായി പോയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഞാൻ എന്ത് ചോദിച്ചു, കുരു പെട്ടുവിൻ്റെ. അപ്പോൾ മിക്സിയിൽ നന്നായി അടിച്ചപ്പോൾ കുരു ചേർത്ത് അങ്ങോട്ട് അടിച്ചു, അപ്പോൾ നല്ല കയ്പുണ്ടായിരുന്നു. ആ കയ്പ് പോകാൻ വേണ്ടി ഞാൻ കുറേ പഞ്ചസാര കോരി കിട്ടും, അപ്പോൾ അത് അതിലേക്കാ കൊളായി. അപ്പോൾ പക്ഷേ ഇവരെല്ലാവരും എൻ്റെ എഫേർട്ടിനെ മാനിച്ച് ആരും എന്നോട് ഒരു അക്ഷരം പോലും പറയാതെ അത് കുടിച്ചു ഗൈസ്. അതിനെനിക്ക് ഇവരോടൊക്കെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്താ കുട്ടികൾ കളിക്കുക കേട്ടോ. യുവിക്ക് ബോൾ ക്രൈസ് ഭയങ്കര. അപ്പോൾ പുറത്ത് കളിച്ച ബോൾ തന്നെ ഇവൻ വീടിൻ്റെ അകത്ത് കളിക്കും, എന്നിട്ട് അടിച്ച് ഓരോ സാധനങ്ങൾ തെറിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടായിട്ട് ഞങ്ങൾ ഇവനെ ഫ്ലോട്ടിങ്ങിന് ബോൾ വാങ്ങിച്ചു കൊടുത്തിരിക്കും. നല്ല രസമാണോ. ഡേപ്പൂട്ട് നമ്മുടെ ദിലീപേട്ടന് ഡേപ്പൂട്ട് പോയിട്ട് നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആട്ടോ, നല്ല രസമാണ്. ഇവിടെ അടുത്തൊരു സഫാരി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളധികം ദേപ്പൂട്ട് സഫാരി ദേപ്പൂട്ട് ആ ഒരു കോമ്പോയിൽ ഇങ്ങനെ പോവും. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ദേപ്പൂട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ യുവി എൻ്റെ കയ്യിൽ ഫോൺ കണ്ട അപ്പോൾ യുവിക്ക് ഞാൻ എടുക്കണം, അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് നിൻ്റെ അടുത്തേക്ക് വരണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടാട്ടോ. പക്ഷേ ഏട്ടൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതേമാതിരി എൻ്റെ സെൽഫി വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിൽ എന്നോട് ഷൈമാത്ത ചോദിക്കുകയാണ് ഇതൊക്കെ വരുമോ, സൗണ്ടൊക്കെ വരുമോ. അപ്പോൾ ഇല്ല, ഞാൻ വോയിസ് ഓവർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ ഓൺ വോയിസിൽ ചെയ്താലും അതാകെ കച്ചറയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദേപ്പൂട്ടിൻ്റെ അകത്ത് എത്തിയുണ്ട്. അവിടെ ഒരു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാലേ, അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഒന്നും അവർ ഒഴിവാക്കിയിട്ടില്ല, ആ തീമിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുട്ട് ട്രെയിൻ കാണാം. അങ്ങനെ നമുക്ക് താഴെ സീറ്റിംഗ് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ മുകളിലാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ പോലെ
ട്രെയിന്. പിന്നെ ദിലീപേട്ടൻ്റെ കുറേ ഇവിടെ വന്നാൽ ദേപുട്ട് ദിലീപേട്ടൻ്റെ ഉണ്ട്, എവിടെ നോക്കിയാലും ദിലീപേട്ടൻ്റെ പിക്ചർ, ദിലീപേട്ടൻ്റെ ഓരോ ഫിലിമിൻ്റെ പേരിൽ എന്താ പറയുക റെസിപ്പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ. അങ്ങനെ നമുക്ക് ഡൈനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്ന് നന്നായി സോറൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് എന്ത് ഓർഡർ ചെയ്യും. ആരും അങ്ങനെ ഫുഡീസ് ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇതുവരെ ആയിരുന്നു. ഇനി ഈ ഒരു 2026 ഞാൻ മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു ശീലമാട്ടോ. ഒരു ബായ് പറഞ്ഞാൽ മതി. ബായ് പറഞ്ഞ ഹിവി. ബൈ 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 ഒരു ഉമ്മ കൊടുത്ത അച്ചടാ. അങ്ങനെ ഞങ്ങളെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അവരൊക്കെ വന്നു, നമ്മളെല്ലാവരും കണ്ടു, സംസാരിച്ചു. ഇനി ഇതേപോലെ നല്ല നല്ല ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്